ഈ ഒരു കപ്പലെ ടാർഗറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ മാത്രമല്ല, ഖൊമേനിയെ കൊന്ന കാര്യത്തിലും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തപ്പോൾ അതിനെ അപലപിച്ച് ട്വീറ്റ് ഇടുകയും പ്രധാനമന്ത്രി മോദി തന്നെ ട്വീറ്റ് ഇടുകയും ആ രാജ്യങ്ങളുടെ തലവന്മാരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രായേലാണ്, യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയാണ് എന്ന് വ്യക്തമായിട്ട് ഇന്ത്യ പറയേണ്ടതാണ്. ആ ഖൊമേനിയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വധിച്ചത് തെറ്റാണ് എന്ന് പറയേണ്ടതാണ്. ഒരു രാജ്യത്തലവൻ്റെയും ആളെ ഇഷ്ടമുണ്ടാകാം, ഇഷ്ടമുണ്ടാകാതിരിക്കാം. അവിടുത്തെ ഭരണകൂടങ്ങൾ പല തരമായിരിക്കാം. ലോകത്ത് എത്രയോ നോർത്ത് കൊറിയയുണ്ട്, സൗദി അറേബ്യയുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്, അമേരിക്കയുണ്ട്, യൂറോപ്പുണ്ട്, ഇന്ത്യയുണ്ട്, ഇന്തോനേഷ്യയുണ്ട്. ഇതെല്ലാം ഓരോ തലത്തിലുള്ള ഭരണകൂടങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭരണകൂടമാണ് എന്ന് പറഞ്ഞ് ആ രാജ്യത്തിൻ്റെ തലവന്മാരെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെനിസ്വേലയിൽ നടന്നതുപോലെ അവിടെ ഹെലികോപ്റ്റർ ഇറക്കി അയാളെ കിഡ്നാപ്പ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ തികച്ചും തെറ്റാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ഒരു വയലേഷനാണ്. അതിനെതിരെ ഇന്ത്യ ശബ്ദമുയർത്തണം, പ്രതികരിക്കണം. നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ അഫക്റ്റഡ് ആകും എന്ന് ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് എന്നും സത്യസന്ധതയോടുകൂടിയും ന്യായത്തോടുകൂടിയും നീതിയോടുകൂടിയും നിലനിന്നിട്ടുള്ളൊരു വിദേശ നയമാണ്. അത് നമ്മൾ തുടർന്നും ഉയർത്തിപ്പിടിക്കണം. ഇന്ത്യ ഇന്ന് വലിയൊരു രാജ്യമാണ്. നമ്മളും ഒരു സാമ്പത്തിക ശക്തിയാണ്. നമുക്ക് നമ്മുടേതായ ഒരു ഇൻഫ്ലുവൻസ് ലോകത്തുണ്ട്.